Hi, hello. Very good evening to you all. So that's safe and healthy and energetic. And വിശ്വസിക്കുന്നു ഐ തിങ്ക് 4 members കുറെ പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. Am I audible, right? Dears, ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് തംസ് അപ്പ് ചെയ്യുക. ഇതിൽ നമ്മുടെ ഫിട്രീറ്റിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ചാറ്റിൽ പോസ്റ്റ്മോർട്ടം 90 ഡേയ്സ് ബാച്ചിന്റെ മെമ്പേഴ്സും പോസ്റ്റ്മോർട്ടം അതായത് പോസ്റ്റ് ഡെലിവറി ബാച്ചസിൽ ഓൾറെഡി ഫിട്രീറ്റിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ അകത്തുണ്ടാവും. യെസ്, ഡോക്ടർ. ഓക്കെ മാം, ബാക്കി എല്ലാവരും ഫിട്രീറ്റിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നോ? അല്ല, ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഒന്ന് പറഞ്ഞാൽ മതി. റണ്ണിങ് ബാച്ചസിലുണ്ട്, അല്ലെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ക്ലൈൻസ് ആണ്, അല്ലെങ്കിൽ ഫിട്രീറ്റിൽ വന്നിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ഇൻട്രോ തരണ്ടാലോ എന്ന് കരുതിയിട്ടാണ്. ആക്ച്വലി വാല്യുബിൾ ടൈം നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, സോ എനിവേ വി ആർ സോ ഹാപ്പി ടു ഷെയർ ഫ്യൂ തിങ്സ് റിഗാർഡിംഗ് അവർ ടോപ്പിക്. സോ ഫോർ ദാറ്റ് എല്ലാവർക്കും വോയിസ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് രണ്ട് ആൾക്കാർ ക്യാമറ ഓണക്കി ഇരിക്കുകയാണെന്ന് വെച്ച് മൂവ് ചെയ്യാൻ ഫൈൻ. കാരണം നിങ്ങൾക്ക് ഒരു ജനറൽ അവയർനെസ് തരിക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ഓക്കെ, സോ വിൽ ബിഗിൻ. ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്കൊന്ന് അറിയായിരുന്നു, നിങ്ങളുടെ പോസ്റ്റ് ഡെലിവറി വർക്ക്ഔട്ടിലേക്ക് വരുന്ന സമയത്ത് ഫേസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കറന്റ്ലി മെയ് 13th ബാച്ച്. ഓക്കെ, മെയ് 13th അല്ലേ? ഓക്കെ, ഇപ്പൊ കുറച്ച് ദിവസമായിട്ടേ. ഏത് ബാച്ചിലാണെന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ കോർ എക്സസൈസസ് ആണ്. എന്താണ് കോർ എക്സസൈസ്, എങ്ങനെയാണ് കോർ എക്സസൈസ്, ഈ 2-3 എക്സാമ്പിൾസ്. ഇപ്പൊ നിങ്ങൾക്ക് ഉള്ള വർക്ക്ഔട്ട്സ് തന്നെയാണ്, എന്നാലും ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും കൂടി നിങ്ങളെ അവയർ ആക്കുകയാണ്. കാരണം പല ആൾക്കാർക്കും മടിയുള്ള ഒരു വർക്ക്ഔട്ട് ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് എന്നല്ല, കൂളായിട്ട് ചെയ്യേണ്ട വർക്ക്ഔട്ട് ആണ്. അപ്പൊ ഇൻഡെപ്ത് നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും ചെയ്യാൻ. എന്താണ് നമ്മൾ ചെയ്യുന്നത് അറിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ലൈഫ് ലോങ് മറക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പറയുന്നതൊക്കെ ക്ലിയർ അല്ലേ? ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. നിങ്ങൾക്ക് ക്യാമറ ഓൺ ആക്കും. ഞങ്ങളിത് ഒരുപാട് സയന്റിഫിക് കാര്യങ്ങളോ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജനറൽ ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്ത കാര്യങ്ങളിൽ ഒരു ക്ലിയർ പിക്ചർ തരാം. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സുകൾ അതിൽ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വർക്ക്ഔട്ട്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ചാറ്റിന്റെ അകത്ത് മെൻഷൻ ചെയ്താൽ സ്റ്റാർട്ട്. Yes. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് കോർ എക്സസൈസ് ആൻഡ് കീഗൽ മാസ്റ്ററി ആണ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് കോർ മസിൽസ് എന്ന് നമുക്കൊന്ന് പറയായിരുന്നു. ഷെയറിംഗ് കാണുന്നില്ല. കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. സ്ക്രീൻ വിസിബിൾ അല്ലേ? Clear ആണ്. Excuse me, can you respond? Just one thumbs up ചെയ്താൽ മതി so that we can continue the sessions. Don't worry. Yes. Yes, all right, thank you. Okay, എന്താണ് കോർ മസിൽസ് എന്നുള്ളത് നമുക്ക് ഇനീഷ്യലി ഒന്ന് പറയാം. അപ്പൊ നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അതായത് ഈ ഡെലിവറിക്ക് ശേഷം നമുക്ക് വരുന്ന ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളെ യൂട്രസ് വലുതാവണതിനനുസരിച്ച് ആ ഒരു ഏരിയ, ആ ഒരു പോർഷൻ യൂട്രസും വലുതാവുന്നതിന്റെ കൂടെ തന്നെ നമ്മളുടെ കംപ്ലീറ്റ് അബ്ഡമൻ അല്ലെങ്കിൽ ആ സറൗണ്ടിങ്സ് വലുതാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിലുള്ളതാണ് ഈ കോർ മസിൽസ് എന്ന് പറയുന്നത്. കോർ മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർഫിഷ്യൽ ആയിട്ട് കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന അബ്ഡമനും സൈഡിൽ കാണുന്ന ഒബ്ലിക്കും മാത്രമല്ല. അതായത് ഇപ്പം നമ്മൾ വയറ് കുറയ്ക്കണം എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട്, ഡെലിവറിക്ക് ശേഷം വയറ് കൂടി എന്നുള്ളൊരു കാര്യം മാത്രം കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള കാര്യം മാത്രം കൺസിഡർ ചെയ്യുക. ഇതല്ല നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. കോർ മസിൽസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന് ചുറ്റും നമ്മൾ സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ പുറമേ കാണുന്ന വിസിബിൾ ആവുന്ന മസിൽസിന്റെ പുറം അല്ലാതെ തന്നെ ഇൻസൈഡിലും നമുക്ക് ഒരുപാട് മസിൽസ് ഉണ്ട്. ഇതും അവിടെ വീക്കൻ ആവുന്നുണ്ട്. വയറ് വലുതാവണതിനനുസരിച്ച് മസിൽസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന, റിലാക്സ് ചെയ്യുന്ന, അത് വീക്കൻ ആവുന്നുണ്ട്. ഇതോടുകൂടി തന്നെ നമ്മളുടെ ഇൻസൈഡ് എന്ന് പറയുമ്പോൾ സ്പൈനിന് ചുറ്റുമുള്ള കുറച്ച് മസിൽസ് ഉണ്ട്, സെർട്ടൈൻ മസിൽസ് ഉണ്ട്. ഈ മസിൽസും അവിടെ വീക്കൻ ആവുന്നുണ്ട്. സ്പൈനിൽ ഇങ്ങനെ വീക്കൻ ആവുന്ന സമയത്താണ് നമുക്ക് ലോവർ ബാക്ക് പെയിൻ പോലത്തെ ഇഷ്യൂസും വരിക. ഈ കോർ മസിൽസ് വീക്കൻ ആവുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ലോവർ ബാക്ക് പെയിൻ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നടുക്കുള്ള സ്പൈനിന്റെ അവിടുത്തുള്ള മസിൽസ് ലൂസൺ ആവുന്നുണ്ട്, അത് വീക്കൻ ആവുന്നുണ്ട്. ആ മസിൽസും കൂടി കോർ മസിൽസിൽ വരുന്നതാണ്.
അപ്പം നമ്മുടെ ലോവർ ബാക്ക് പെയിനും അത് റീസൺ ആവുന്നുണ്ട്. പിന്നെ ഉള്ളത് യൂറിനറി ഇൻകോണ്ടിനൻസ്. അത് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, ചില കേസസിൽ കാണുന്ന ഒരു കാര്യമാണ്. യൂറിനറി ഇൻകോണ്ടിനൻസ് പറയുമ്പോൾ നമ്മളുടെ പെൽവിക് മസിൽസ് വീക്കൻ ആവുന്ന സമയത്ത് യൂറിൻ അറിയാണ്ട് പാസ് ചെയ്ത് പോകും. അപ്പൊ മീൻസ് ചില ആൾക്കാർ ഇപ്പൊ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഹൈ ഇന്റൻസിറ്റി ജമ്പിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ യൂറിനറി ഇൻകോണ്ടിനൻസ് ചില ആൾക്കാർക്ക് വരാറുണ്ട്. വർക്ക്ഔട്ട് മാത്രമല്ല, നമ്മളിപ്പോ സ്നീസ് ചെയ്യുമ്പോൾ അതിനിപ്പം ഡെലിവറി കഴിഞ്ഞ ഉടനെ എന്നൊന്നുമല്ല. ചില ആൾക്കാർ, ഞങ്ങൾക്ക് ഒരു 50 ഏജ് ഉള്ള ലേഡിയൊക്കെ ഞങ്ങൾക്ക് മുമ്പ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഒരൊറ്റ സിംഗിൾ പ്രഗ്നൻസി കൊണ്ട് മാത്രമല്ല ആവുന്നത്. ചില ആൾക്കാർക്ക് 3 കുട്ടികളൊക്കെ ഉണ്ടായിട്ടായിരിക്കും. ചില ആൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡെലിവറിയിലായിരിക്കും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുക. അപ്പൊ അത് ഡിപ്പെൻഡ്സ്, പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ലോവർ ബാക്ക് പെയിനും യൂറിനറി ഇൻകോണ്ടിനൻസ് പോലത്തെ കേസസ് ഒക്കെ വരാറുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർ മസിൽസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കോർ മസിൽസ് എന്ന് പറയുമ്പോൾ ഓഫ്ലൈൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഇത് പീസ് എനിക്കൊന്ന് ഡോക്ടർ മാമിന്റെ പേര് Dr. Rahina and other person. Malavika also Pitreatin a family member, and I think you guys have joined on 30th of May and the present full ബാച്ചിലുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങളെ കണക്ട് ചെയ്തിട്ടായിരിക്കണം ഈ കാര്യങ്ങൾ പോകേണ്ടത്. ബാക്കി 2 പേരെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം എന്നാൽ കൂടുതലും നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവും ഈ ഒരു സെഷൻസ്. ഓക്കെ, ഇപ്പൊ കോർ മസിൽസ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, നമ്മളെ ഈ വയറിന് ചുറ്റും ബ്രേസ് ചെയ്ത് നിൽക്കുന്ന കംപ്ലീറ്റ് അതിന്റെ ഇന്നർ മസിൽസിനും കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത് എഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, ഇത് ഇനിയുള്ളത് ഈ കോർ മസിൽസിന്റെ എന്താ ഒരുപാട് മസിൽസ് വരുന്നുണ്ട്. അത് കുറെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സയന്റിഫിക് എക്സ്പ്ലനേഷൻ പോലെ ആയിപ്പോവും. അതുകൊണ്ട് കോർ മസിൽസിന്റെ ഇടയ്ക്കുള്ള ഈ 7th മസിൽ, പെൽവിക് ഫ്ലോർ മസിൽ, ഇതും നമ്മളുടെ കോർ മസിലാണ്. ഈ എക്സസൈസ് വീക്ക് ആവുന്ന സമയത്താണ് നമുക്ക് യൂറിനറി ഇൻകോണ്ടിനൻസ് പോലത്തെ കേസസ് വരിക. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 വർക്ക്ഔട്ട് ആണ്. നമുക്ക് പെൽവിക് മസിൽസ് സ്ട്രോങ് ആക്കാനും ബാക്കിയുള്ള കോർ മസിൽസ് സ്ട്രോങ് ആക്കാനുള്ള 5 വർക്ക്ഔട്ടുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോസ്റ്റ്പാർട്ടം ബാച്ചിൽ ഉള്ള മെമ്പേഴ്സിന് ഓൾറെഡി ഇന്ന് തന്നിട്ടുള്ള വർക്ക്ഔട്ട് തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫീൽ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സജഷൻസ് പറയാനുണ്ടെങ്കിൽ അതും പറയാം. നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലംസ്, അതായത് നിങ്ങളിപ്പോ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സെഷനിലൂടെ അറിയാൻ താല്പര്യം, ഡെഫിനറ്റ്ലി നിങ്ങളുടെ മെന്റേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. എങ്കിലും നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചാറ്റിൽ ഷെയർ ചെയ്യാം. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ അത് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ആദ്യം തന്നെ പെൽവിക് മസിൽ എന്താണെന്ന് അറിയണം, എന്നാലാണ് നമുക്ക് അതിന്റെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പെൽവിക് മസിൽ വീക്കൻ ആവുമ്പോഴാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് പെൽവിക് മസിൽസ് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് അറിയണം. അതായത് നമ്മളുടെ ഈ പെൽവിക് ഏരിയയിലുള്ള എല്ലാ ഓർഗൻസിനെയും സപ്പോർട്ട് ചെയ്യുന്ന മസിലാണ് ഈ പെൽവിക് മസിൽ. ഇപ്പൊ ഇതിന്റെ അകത്ത് റെഡ് കളർ കാണുന്നില്ലേ, അതായത് നമ്മളുടെ യൂറിത്ര ആവട്ടെ ബ്ലാഡർ ആവട്ടെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മസിലാണ് ഈ പെൽവിക് മസിൽസ്. നമ്മൾ ഡെലിവറിക്ക് ശേഷം ഈ മസിൽ വീക്കൻ ആവുന്നുണ്ട്, അതിന് അഗെയിൻ നമ്മൾ ടൈറ്റ് ആക്കി പിടിക്കണം. അതാണ് പെൽവിക് മസിൽസിന്റെ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ആദ്യം തുടങ്ങേണ്ടത്, ഏത് എക്സസൈസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറയും കീഗൽ എക്സസൈസ്. ഈവൻ ഡോക്ടേഴ്സിന്റെ അടുത്ത്, നമ്മൾ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ചോദിക്കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് വെച്ച് തുടങ്ങാം, അല്ലെങ്കിൽ കീഗൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഈ പെൽവിക് മസിൽസിനെ ടൈറ്റ് ആക്കാനുള്ള എക്സസൈസ് ആണ്. ഇതും വാക്കിംഗ് ഒക്കെയാണ് ഇനീഷ്യലി സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കീഗൽ എക്സസൈസ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മളെ പെൽവിക് മസിൽസ് എന്താണെന്ന് അറിയണം, അല്ലെ? അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ മസിൽസ് ആണ്. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ശരിക്കും നമുക്ക് തന്നെ ഫീൽ ചെയ്യണം എന്താണ് കീഗൽ മസിൽസ് എന്നുള്ളത്. അപ്പം കീഗൽ എക്സസൈസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഐഡന്റിഫൈ ദ പെൽവിക് ഫ്ലോ മസിൽ. എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? ഇമാജിൻ സ്റ്റോപ്പിംഗ് ദ ഫ്ലോ ഓഫ് യൂറിൻ മിഡ് സ്ട്രീം ഓർ പ്രിവെന്റിംഗ് പാസിംഗ് ഓഫ് ഗ്യാസ്. അതായത് നമ്മൾ യൂറിൻ മിഡ് സ്ട്രീമിൽ സ്റ്റോപ്പ് ചെയ്യുക, ആ ഒരു പിടിച്ചു വെക്കുന്ന ആ ഒരു മസിലാണ്. ഇപ്പൊ നമുക്കിപ്പോ ഒരു ലോങ് ട്രാവൽ ചെയ്യാണ്ട് യൂറിൻ പാസ് ചെയ്യാനുണ്ട്, പറ്റില്ല. ഇപ്പൊ നമ്മൾ എന്താ യൂറിൻ പാസ് ചെയ്യുന്നത് പിടിച്ചു വെക്കുമല്ലോ, ആ ഒരു മസിലാണ് പെൽവിക് ഫ്ലോ മസിൽ. ഓക്കെ, അതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾ പ്ലീസ് ഏതെങ്കിലും ഒരാൾ ചാറ്റിൽ മെൻഷൻ ചെയ്യുക. ഇന്ററാക്റ്റീവ് സെഷൻ ആണ് കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചാറ്റിൽ ടൈപ്പ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ വ്യക്തമല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ പെൽവിക് ഫ്ലോർ മസിൽ എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എന്താണ് നിങ്ങളുടെ ബോഡിയിലുള്ള പെൽവിക് ഫ്ലോർ മസിൽ ഐഡന്റിഫൈ ചെയ്യുക.
അതിനുശേഷം ഒരു കംഫർട്ടബിൾ പൊസിഷൻ കണ്ടുപിടിക്കുക. ഒന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. കീഗൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ വർക്ക്ഔട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന സമയമല്ല. നമ്മളിപ്പം ഈവൻ ഫീഡ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വെറുതെ കിടക്കുകയാണ് അപ്പൊ ചെയ്യാം, TV കാണുകയാണെങ്കിൽ അപ്പൊ ചെയ്യാം. ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ് ഈ കീഗൽ എക്സസൈസ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ റിലാക്സ് ആൻഡ് ബ്രീത്ത്. സ്റ്റാർട്ട് ബൈ റിലാക്സിങ് യുവർ അബ്ഡമൻ, തൈ ആൻഡ് ബട്ടക് മസിൽ. ഫോക്കസ് ഓൺ യുവർ പെൽവിക് ഏരിയ. ഇപ്പം നമ്മൾ റിലാക്സ് ചെയ്യണം, ബ്രീത്ത് ആൻഡ് റിലാക്സ് ചെയ്യണം. അത് ഈ ഒരു പോർഷൻ പെൽവിക് മസിൽ നമ്മൾ ടൈറ്റ് ആയിട്ട് പിടിക്കുകയും ചെയ്യണം, അത് കോൺട്രാക്ട് ചെയ്ത് പിടിക്കുകയും ചെയ്യണം. പക്ഷെ മേക്ക് ഷുവർ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അബ്ഡമനും, അതായത് വയറും തൈസും ബട്ടക്സും ടൈറ്റ് ആയിട്ട് പിടിക്കരുത്. നിങ്ങൾക്കൊന്ന് ഇപ്പൊ തന്നെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. നിങ്ങൾ പെൽവിക് മസിൽസ് അല്ലെങ്കിൽ ആ യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു ഫ്ലോ നമ്മൾ തടഞ്ഞു വെക്കുകയാണ്. ഈ തടഞ്ഞു വെക്കുന്ന സമയത്ത് നമ്മളുടെ തൈസും ബട്ടക്സും വയറും ടൈറ്റ് ആയിട്ട് പിടിക്കരുത്, അത് ലൂസൺ ആയിട്ട് കൊടുക്കുക. എന്നിട്ട് റിലാക്സ് ആൻഡ് ബ്രീത്ത്. ഇതാണ് ആക്ച്വലി കീഗൽ എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കോൺട്രാക്ഷൻ എത്ര സമയം പിടിച്ചു വെക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ ഹോൾഡ് ചെയ്തിട്ട് ഇതൊരു 3 to 5 seconds ഇനീഷ്യലി നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ആദ്യമൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മറന്നുപോകും. അത് ചെയ്തുകൊണ്ട് അതിന് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പറ്റുള്ളൂ. ഒരു 3 to 5 seconds ഇനീഷ്യലി ഹോൾഡ് ചെയ്യുക. പിന്നെ അത് പതുക്കെ ഒരു 10 secondsലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുക. 3 to 5 times. ചിലപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഇപ്പം ആഫ്റ്റർ ദിസ് ഞങ്ങളത് സ്ക്രീൻ ഷെയർ ചെയ്യും. ഒരു വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നോർമലി ചോദിക്കുന്നത് വളരെ സ്ലോ അല്ലേ, ബട്ട് സ്ലോ ആണെന്നുണ്ടെങ്കിലും അത് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കണം. ഇപ്പൊ ഈ ചില ക്ലയൻസ് ചോദിക്കാറുണ്ട് 3 seconds 5 seconds. ഓരോ വർക്ക്ഔട്ടിന്റെ ഒരു ടെമ്പോ കീപ്പ് ചെയ്യാന്ന് പറയും. അതായത് നമ്മൾക്ക് ഫീൽ ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ക്ലിയർ ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് വർക്ക്ഔട്ട്സ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്ര സെക്കൻഡ്സ് ആണോ പറയുന്നത് നിങ്ങൾക്ക് അത് കറക്റ്റ്. ചില ആൾക്കാർക്ക് 1-2 സെക്കൻഡ് അങ്ങോട്ട് കിട്ടും മാറും, പക്ഷെ എങ്കിലും അത് ഫീൽ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ആക്ടിവിറ്റി. അല്ലാതെ നമ്മളത് കൗണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതിൽ കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത് ആ ഒരു പോയിന്റ് കൂടെ എല്ലാവരും ഒന്ന് ടേക്ക് കെയർ ചെയ്യാം. റിലാക്സ്. Then repeat the exercise. Start with a small number of repetition. നേരത്തെ പറഞ്ഞത് നമ്മൾ 3 to 5 seconds ഹോൾഡ് ചെയ്യാനാണ്. അത് 5 to 10 seconds ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെപ്പിറ്റേഷൻസിൽ ചെയ്യുക. ഗ്രാജുവലി അതും നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, ഇതൊരു കൺസിസ്റ്റന്റ് റുട്ടീൻ ആയിട്ട് ത്രൂ ഔട്ട് കൊണ്ടുവരിക. അതായത് ഇപ്പൊ ഡെയിലി അത് ചെയ്യുക. മേ ബി അത് ചിലപ്പം നമ്മളിപ്പോ ഒരു പോസ്റ്റ്പാർട്ടം പീരീഡിൽ ഒരു 1 year ആവുന്നത് വരെ അല്ലെങ്കിൽ 1 yearന് ശേഷവും നമ്മൾ വീക്ക് ആണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇത് ഒരു 5 to 10 വെച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതാണ് കീഗൽ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ എക്സസൈസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അത് പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രോങ് ആക്കാനുള്ള വർക്ക്ഔട്ട് ആണ് കീഗൽ എക്സസൈസ്. ഇതാണ് കീഗൽ എക്സസൈസ്. ഇനി നമുക്ക് അടുത്തത് ബേർഡ് ഡോഗ് എക്സസൈസ്, കോർ മസിൽസിന്റെ എക്സസൈസ്. ഒരുപാട് ഡെപ്തിൽ പറയണില്ല. ഡെപ്തിൽ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ കൂടെ കൺഫ്യൂഷൻസ് ആവും. സിമ്പിൾ ആയിട്ട് ഞങ്ങള് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന വർക്ക്ഔട്ട്സ് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മേ ബി നിങ്ങൾക്ക് റീസെന്റ് ജോയിൻ ചെയ്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കപ്പിൾ ഓഫ് ഡേയ്സിന്റെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് ഈ വർക്ക്ഔട്ട് റിസീവ് ആവുക. സോ സീ ദിസ്, കാണുന്നുണ്ടല്ലോ അല്ലെ? Just give me. Video to play around. Okay. Yeah, sure. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എക്സ്ക്യൂസ് മീ, ക്ലിയർ അല്ലേ? വിസിബിൾ ആണ്? ഓക്കെ, യെസ്, ഓൾറൈറ്റ്. സോ ഈ വർക്ക്ഔട്ട് ട്രൈ ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാർ മെയ് 10th ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഈ വർക്ക്ഔട്ട് മോസ്റ്റ്ലി കിട്ടിയിട്ടുണ്ടാവണം. നിങ്ങൾ ഇത് ചെയ്ത സമയത്ത് എന്താണ് ഫീൽ? യെസ്, ഓക്കെ മാം, ഇത് ചെയ്ത് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ഗുഡ്. യു ഹാവ് ദ ഓപ്ഷൻ. ഇഫ് യു ആർ ഓക്കെ യു ക്യാൻ സ്വിച്ച് ഓൺ യുവർ ക്യാമറ ഓർ എൽസ് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. മാം ഇത് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസും ഇത് ചെയ്തിട്ടുള്ള മാറ്റങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിലും
അതേഴ്സിന് മറ്റുള്ള ആൾക്കാർക്ക് അതൊരു ഉപകാരപ്പെടും. ഇഫ് യു ആർ ഓക്കെ, സോ യു ക്യാൻ അൺമ്യൂട്ട് ഫ്രം ദിസ്. No, right? So, all right. So anyway, ഒരു ജനറൽ ഔട്ട്ലൈൻ തരാം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫ്ലോറിൽ ഒരു മാറ്റ് കീപ്പ് ചെയ്യാൻ നോക്കുക. അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇത് ഇപ്പൊ ഈ ഒരു സ്പീഡിൽ ഇപ്പം കുറെ ആൾക്കാർക്ക് വരുന്ന മറ്റൊരു പ്രശ്നം വെച്ചാൽ ട്രെയിനർ ചെയ്യുന്ന അതേ സ്പീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്. അവർ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഡെഫിനറ്റ്ലി നമ്മൾ അതിന് സമയം എടുക്കും ആസ് എ ബിഗിനർ. ബട്ട് യു ക്യാൻ ഗോ അറ്റ്ലീസ്റ്റ് ഈ ഒരു ടൈമിങ് കീപ്പ് ചെയ്യുന്നതിന് പകരം വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. വിച്ച് മീൻസ് നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആയിട്ട് മാറും. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഇതിന്റെ ഹാൻഡ് പൊസിഷൻസ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ലെഗും ഡയഗണൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ബോഡി ഒരുപാട് ടിൽറ്റ് ചെയ്ത് കളിക്കാനും പാടില്ല. എക്സാക്ട്ലി. എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സൈഡ് ചെയ്യാം. റൈറ്റ്, വൺ സൈഡ് ചെയ്തിട്ട് ഒരു 5 കൗണ്ട്സ് ചെയ്യുക. ദെൻ ഗോ ഫോർ ദ നെക്സ്റ്റ് സൈഡ്. 5 ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. ഓക്കെ, വൺ സൈഡ് ചെയ്യാൻ കുഴപ്പമില്ല. നെക്സ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ഷേക്ക് ആകും. യെസ്, എക്സാക്ട്ലി, ബാലൻസ് കിട്ടില്ല. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് നിങ്ങൾ ചെയ്ത് അതിന് വേണ്ടതൊരു കാരണം നിങ്ങളുടെ ആം സ്ട്രെങ്ത് പവേർഡ് ആയിരിക്കില്ല. ഓക്കെ, അതിനുള്ള സൊല്യൂഷൻസ് നമുക്കിപ്പോൾ വാൾ പുഷപ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് പവർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ റിസ്റ്റിന് പെയിൻ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഷെയർ ചെയ്യണം. എല്ലാ കൺസേൺസ് ഇനീഷ്യലി ചെറിയ ബുദ്ധിമുട്ടുകളാണ്, പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഇനീഷ്യലി 1 or 2, 3, 5 ടൈംസ് ഒക്കെ ട്രൈ ചെയ്ത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം കറക്റ്റ് ആണ്. ഇതില് ബോഡി ഷേക്ക് ചെയ്യുന്ന മറ്റൊരു തെറ്റും കൂടെ പറഞ്ഞുതരാം. ആളുടെ കൈ വെച്ച പൊസിഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഷോൾഡറിന് ക്ലോസ് ടു ആയിട്ടാണ് അദ്ദേഹം കൈ വെച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ബോഡി കേസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കണം. ഈ കാലിന്റെ മുട്ട് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ മെജോറിറ്റി ആൾക്കാർക്ക് വരുന്ന ഒരു തെറ്റ്, ഈ കൈ നമ്മൾ കുറെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റില്ല. സയന്റിഫിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആദ്യം എന്നിട്ടും ബുദ്ധിമുട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഹാൻഡ് പവർ ഡെവലപ്പ് ചെയ്യേണ്ട വർക്ക്ഔട്ട്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഹാൻഡ് പവർ ഗ്രാജുവലി ഇൻക്രീസ് ആവും. ഈ വാൾ പുഷപ്സ് കാര്യങ്ങൾ ചെയ്യാത്ത സാധനം ഇനീഷ്യലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, സോ അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ വർക്ക്ഔട്ട് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ആൻഡ് തേർഡ് എക്സസൈസ് ഹീൽ സ്ലൈഡ്സ്. ഹീൽ സ്ലൈഡ്സും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസ് തന്നെയാണ്. പിറ്റേറ്റിൽ ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു ഇൻഫർമേഷനും ആയിരിക്കും. ഹീൽ സ്ലൈഡ്സ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നേരത്തെ പറഞ്ഞത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര സ്ലോ ആയിട്ടാണോ ഇവിടുന്ന് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളല്ല, ഒരു ക്ലയന്റ്, ഔട്ട്സൈഡ് ക്ലയന്റ് ആണെന്ന് അറിയില്ല. അതിൽ വേറൊരാൾ കമന്റ് ചെയ്തൊരു കാണാം, ഇറ്റ്സ് ലുക്ക് ബട്ട് സ്ലോ ഇസ് പെയിൻഫുൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി പറയുന്നത് ഈ ചില എക്സസൈസസ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടായിരിക്കണം നിങ്ങൾ മൂവ്മെന്റ്സ് ചെയ്യേണ്ടത്. പിന്നെ വൺ സൈഡ്, നിങ്ങൾ ഒരു സൈഡ് എത്രയാണോ ചെയ്തത് അതേ കൗണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ട്രൈ ചെയ്യാൻ നോക്കുക. പിന്നെ ബ്രീത്ത് കൺട്രോളിലും ഇതിന് അതിൻ്റെതായ പ്രോസസ്സ് ഉണ്ട്. അപ്പൊ അതും ടേക്ക് കെയർ ചെയ്യാം. പിന്നെ ചില വർക്ക്ഔട്ടുകൾ, നോട്ട് ഓൺലി ദിസ്, മറ്റു വർക്ക്ഔട്ടുകൾ ആണെങ്കിൽ കൂടി ഓരോ വർക്ക്ഔട്ടിനും അതിൻ്റെതായ ബ്രീത്ത് ഇൻഹെയിലും എക്സെയിലും പ്രോസസ്സ് ഉണ്ട്. പക്ഷെ ഒന്നും ചില വർക്ക്ഔട്ട്സ് നമ്മൾ പ്രീവിയസ്ലി ബ്രീത്ത് ഇൻടേക്കും എക്സെയിലിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ക്ലയന്റ് അത് ഫോക്കസ് ചെയ്യാൻ വർക്ക്ഔട്ടുകൾ തെറ്റിക്കാൻ പറ്റും. അപ്പം ഇപ്പം നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ നോക്കുക. ഹോപ്പ്ഫുള്ളി ഇതും നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ടൈമിംഗ് കീപ്പ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഓരോ ആൾക്കാരും ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വയറ് ഇൻഹെയിൽ ചെയ്ത് അകത്തോട്ട് ഉള്ളിലേക്ക്, ഇപ്പൊ നമ്മൾ ഒരു ബെൽറ്റ് ഇട്ടതായിട്ട് ഇമാജിൻ ചെയ്യാം. എന്നിട്ട് വയറിനെ നമ്മൾ ഉള്ളിലേക്ക് ടൈറ്റൻ ചെയ്ത് പിടിക്കുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ആ സമയത്തും നമുക്ക് ശരിക്കും നമ്മളുടെ ഇന്നർ മസിൽസിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെ ചെയ്യുന്നു. Okay, we'll go with the next. Okay, glute bridge. ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരും ക്യാമറ ഓൺ ആക്കുന്നില്ല, നിങ്ങൾ ആരും സംസാരിക്കാത്തതുകൊണ്ടാണ് ഞങ്ങളും ഒരു ഫ്ലോയിൽ പോണത്. ഓക്കെ, ഈ വർക്ക്ഔട്ട് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? Anyone? Glute bridge, hip thrusters, yes. Let me know, Malavika, your experience. ഇത് ചെയ്ത സമയത്ത് how do you feel yourself?
ബാക്ക് പെയിന് വരുന്നുണ്ടോ, അല്ല വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും റിലീഫ് ഫീൽ ഉണ്ടോ? സോ യു ക്യാൻ അൺമ്യൂട്ട് ഫ്രം ദർ ആൻഡ് സ്പീക്ക് സം വേർഡ്സ് റിഗാർഡിംഗ് ദിസ്. No? Hopefully you can do from there, right? No problem. Okay. ഈ വർക്ക്ഔട്ടും ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മെന്റേഴ്സിനോട് നിങ്ങൾ അത് ഷെയർ ചെയ്യണം. ഓക്കെ. പിന്നെ ഈ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ ലൈവ് സെഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ കാണാം ഷോ വരും. ഇപ്പൊ ആള് വളരെ സ്ലോ ആയി. ഈ ഒരു മൂവ്മെന്റ് ഇപ്പൊ ഒരുപാട് നമ്മുടെ ബ്രിഡ്ജ് പോർഷനിലേക്ക് പോലെ ആവാനും പാടില്ല. ഓക്കെ. ഈ ഒരു ആംഗിളിലായിരിക്കണം. നിങ്ങൾക്ക് എന്ത് വീഡിയോസ് ആണ്, ഇവരൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവരെങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഹിപ്പ് അപ്പ് ചെയ്യുന്നത് ഹിപ്പ് ഡൗൺ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ടൈം എടുത്തിട്ടായിരിക്കണം. സി ആള് ഷോ ചെയ്യാൻ. ഓക്കെ. ഇപ്പൊ ആൾ അപ്പ് ചെയ്യുന്ന സമയത്ത് സ്പീഡിൽ പോയി. ഓക്കെ. ഒരു ടൈം അതിന്റെ ഡബിൾ ടൈം എടുത്തിട്ടായിരിക്കും ആള് താവുന്നുണ്ടാവാം. ഫൈൻ ഫ്രോം ഹിയർ, റൈറ്റ്? സി 1 again 1, hold it for a while, few seconds നിങ്ങൾ ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 സ്ലോലി അപ്പ് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ. സോ നിങ്ങൾ എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്താലാണ് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. ഒരു ബ്രീത്തിങ്ങിന്റെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രീത്തിങ് എപ്പോഴും നമ്മൾ നോർമൽ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോറിനെ, അതായത് നമ്മുടെ വയറിന്റെ ഇന്നർ മസിൽസിനെ, നേരത്തെ പറഞ്ഞില്ല, ജസ്റ്റ് ഇമാജിൻ ഒരു ബെൽറ്റ് നിങ്ങൾ വൈൻഡ് ചെയ്തിട്ടുണ്ടെന്ന്, അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുക, ഉള്ളിലോട്ട് ഇന്നർ മസിൽസിനെ വലിക്കുന്ന രീതിയിൽ. ബാക്കി എല്ലാ പോർഷൻസും റിലാക്സ് ചെയ്തിട്ട് നോർമൽ ബ്രീത്തിങ്ങിലാണ്. ഇതെല്ലാം കൂടി ചെയ്യുന്നത് അറ്റ് എ ടൈം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ത്രൂ പ്രാക്ടീസ് ആണ് നമുക്ക് ബെറ്റർ ആയിട്ട് വരും. ഓക്കെ. സോ ദിസ് ഇസ് ജനറൽ തിങ്. ഇതില് പോസ്റ്റ്മോർട്ടം ഉള്ള ആൾക്കാരുണ്ട്, ഫിറ്റ്നേറ്റിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ ഫാമിലി മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടി ഐ തിങ്ക് ഫിറ്റ്നേറ്റിൽ തന്നെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ എന്തെങ്കിലും ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്സിലും നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊക്കെ നിങ്ങളുടെ മെന്റേഴ്സിനോട് നിങ്ങൾ ഷെയർ ചെയ്യണം. എനിക്ക് തോന്നുന്നു 2 ആൾക്കാർ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒന്നും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അതായത് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത് 5 എക്സസൈസ്, 4 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന്. 5 എക്സസൈസ് ആണ്. 5 എക്സസൈസ് എന്തിനാന്ന് വെച്ചാല് നമ്മളെ കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ. അപ്പൊ ആദ്യം തന്നെ കോർ എന്താന്ന് വെച്ചാല് നമ്മളുടെ കംപ്ലീറ്റ് കോറിന്റെ മെയിൻ ഫങ്ഷൻ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പോസ്ചറിന് വേണ്ടിയിട്ടും കറക്റ്റ് പോസ്ചറിന് വേണ്ടിയിട്ടും മൂവ്മെന്റ് കറക്റ്റ് ആക്കാനും സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും ഇതിനൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ കോറാണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു മരം, ഓക്കെ, ഒരു മരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബ്രാഞ്ചസ്, ലീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ താഴെ റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. മരത്തിനെ മരമായി നിർത്തുന്നത് ആരാണ്? റൈറ്റ്. അതിന്റെ ഒരു സ്റ്റെം പോർഷൻ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ കോർ എന്ന് പറയുന്നത്. അത് വീക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെബിലിറ്റിക്കും മൂവ്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും. നമ്മുടെ പോസ്റ്റർ, നമ്മുടെ ബോഡി സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് ഈ കോർ പോർഷനിലാണ്. അപ്പൊ ഇതിന്റെ അകത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരുപാട് മസിൽസ് വരുന്നുണ്ട്. ഈ മസിൽസ് ഡെലിവറിക്ക് ശേഷം വീക്കൻ ആവുന്നുണ്ട്. ഈ വീക്കൻ ആയിട്ടുള്ള മസിൽസിനെ ആദ്യം സ്ട്രെങ്തൻ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും വയറ് കുറയ്ക്കാനാണെങ്കിലും ഒക്കെ പോവേണ്ടത്. പിന്നെ ഈ കോർ മസിൽസ് സ്ട്രെങ്തൻ ആവുന്നതിനോടുകൂടെ തന്നെ നമ്മളുടെ ഈ വയറ്, അതായത് അബ്ഡമിനൽ സെപ്പറേഷൻ വന്ന കേസസ്, വയറ് കൂടുതലായിട്ട് ഡെലിവറിക്ക് ശേഷം ബൾജ് ചെയ്ത് നിൽക്കുന്ന കേസസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ സമാധാനപരമായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ആദ്യത്തെ എക്സസൈസ് ആണ് കീഗൽ എക്സസൈസ്. കീഗൽ എക്സസൈസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ യൂറിന്റെ ഫ്ലോ അതൊന്ന് പ്രിവെന്റ് ചെയ്ത് വെക്കുന്ന രീതിയിൽ നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട്, ബ്രീത്ത് നോർമലിൽ ചെയ്യുക, പക്ഷെ യൂറിൻ പാസ് ചെയ്തത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യേണ്ട ആ ഒരു മൂവ്മെന്റ് ചെയ്യേണ്ട ഒരു വർക്ക്ഔട്ട് ആണ് കീഗൽ എക്സസൈസ്. പിന്നെ ബേർഡ് ഡോഗ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം വീഡിയോ കാണിച്ചു, ഹീൽ സ്ലൈഡ് വീഡിയോ കാണിച്ചു, ഹിപ്പ് ബ്രിഡ്ജ് വീഡിയോ കാണിച്ചു, ആൻഡ് ടിവിയ ആക്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പെൽവിക് മസിൽസ് ടൈറ്റൻ ആക്കേണ്ട കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ബെൽറ്റ്, നമ്മളൊരു ബെൽറ്റ് ജസ്റ്റ് വൈൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ വയറിന്റെ അകത്തോട്ട് വലിക്കുക, സ്പൈനിന്റെ അടുത്തോ, അതായത് നട്ടലിന്റെ ഉള്ളിലോട്ട് വലിക്കുന്ന രീതിയിൽ നമ്മൾ
നോർമലി ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന അത് എക്സസൈസ് ഇപ്പം ഈ ഒരു പറഞ്ഞ അത് നമ്മൾ അൾട്ടിമേറ്റ്ലി എന്ത് വർക്ക്ഔട്ടിനാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് അത് ഫീൽ ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ കംഫർട്ടബിൾ. ഇറ്റ് ഈസ് കംഫർട്ടബിൾ ചെയ്യാറുണ്ട്. വെരി ഗുഡ്. സോ ഏത് വർക്ക്ഔട്ട് ആണെങ്കിലും കോറിൻ്റെതായിക്കോട്ടെ whatever it may be, right? എന്ത് പോർഷനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം മൈൻഡിൽ സെറ്റ് ചെയ്യണം, റൈറ്റ്? എന്നിട്ടായിരിക്കണം ആ വർക്ക്ഔട്ട് എന്താണ് ആ പോർഷൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ അതെല്ലാവരും മൈൻഡിൽ കീപ്പ് ചെയ്യാം. സോ ഫിട്രീറ്റിലുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു കെൻ ആസ്ക് us. സോ നോ വൺ ഈസ് ആസ്കിങ് എനിത്തിങ്. കാരണം ഞങ്ങൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ ഈ ഒരു 5 എക്സസൈസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഭയങ്കരമായിട്ട് വേർക്കുന്ന എക്സസൈസ് ഒന്നും അല്ലെങ്കിൽ പോലും ഇത് കൃത്യമായിട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഒരുപാട് പോസ്റ്റ്മോർട്ടം ബാച്ചിലുള്ള ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് എൻഡ് ഓഫ് ദ ഡേ പറയാറുണ്ട് നല്ല രീതിയിൽ കുറെ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് റിസൾട്ട് ഇത് ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ ഡെയിലി റൂട്ടീനിലുള്ള വർക്ക്ഔട്ടിന്റെ കൂടെ ഉള്ളൊരു സംഭവമായിട്ട് കാണരുത്, റൈറ്റ്? ഇത് നമ്മുടെ രാവിലെ എണീച്ച് ബ്രഷ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, പാർട്ട് ഓഫ് യുവർ ലൈഫ്, റൈറ്റ്? അതുപോലെ നിങ്ങൾ കൊണ്ട് നടന്ന് ഒരു പെർട്ടിക്കുലർ ഓഫ് വീക്സ് നിങ്ങൾ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി കൻ ടെൽ യു ദാറ്റ് അതിനുള്ള നല്ലൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെറുതെ ചെയ്ത് ഫിനിഷ് ആക്കാന്നുള്ള രീതിയിലല്ല, ഈ പറഞ്ഞ രീതിയിൽ പ്രോപ്പർ വേയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യമല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയ നിങ്ങളെ പോലത്തെ ഓരോ വ്യക്തികൾ ഫിട്രീറ്റിൽ നിന്ന് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി പല ആൾക്കാർക്കും വാക്കിംഗ്, എക്സസൈസ് ഇതൊക്കെ കൂടെ സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ദ സെയിം സോൺ. ഇഫ് ദർ ഇസ് ടൈം ജസ്റ്റ് ഗോ വിത്ത് ആസ് അപ് ടു യുവർ ഡേ 5 to 6 ഡേയ്സ് ചെയ്യാം. എന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 മുതൽ 4 ദിവസം നിങ്ങൾ ഇത് ചെയ്യാൻ നോക്കാം. ഓക്കെ, കാരണം വെറുതെ പറയല്ല, നമ്മളിപ്പോ ഫ്യൂച്ചർ ഒരു ഡെലിവറി കാര്യങ്ങൾ കഴിഞ്ഞാലല്ല ലോങ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചറിൽ വരാതിരിക്കാൻ വേണ്ടി നോക്കേണ്ട ഉത്തരവാദിത്തം ഡെഫിനറ്റ്ലി നമ്മൾ ഓരോ വ്യക്തികളാണ്. ഇപ്പൊ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്റേതാണല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. സോ ഇങ്ങനത്തെ നമ്മൾ മെയിൻലി ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യും, വെയിറ്റ് വർക്കും, ഓക്കെ, വയറ് വർക്കും, ദാറ്റ്സ് എ മെയിൻ തിങ്. നമ്മൾ ഈ ഉള്ളിലുള്ള എഞ്ചിൻ പാർട്സ് കറക്റ്റ് ആണോ നോക്കണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, സോ എല്ലാവരും ഫിട്രീറ്റിലുള്ള ആൾക്കാരെ ഇത് ഒരിക്കലും നിങ്ങൾ ഫിട്രീറ്റ് ഫാമിലിയിൽ ഇപ്പം ജേർണിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു കോംപ്രമൈസും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഡെഫിനറ്റ്ലി ഇത് ത്രൂ ഔട്ട് യുവർ ഡേയ്സ് നിങ്ങൾ അത് ഫോളോ ചെയ്യാൻ നോക്കുക. അതിനുള്ള വ്യത്യാസം എൻഡ് ഓഫ് യുവർ ഡേ ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, സോ എനിത്തിങ് മോർ മൈ ഡിയേഴ്സ്, എനിത്തിങ് മോർ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ഒരുപാട് സയൻസും കാര്യങ്ങളൊന്നും കയറ്റിയിട്ടില്ല, കാരണം നിങ്ങൾക്ക് ഈസി ടു ലൈക്ക് അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്ത് മാത്രമാണ് പറഞ്ഞത്. ഒരുപാട് റോക്കറ്റ് സയൻസ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, ഞങ്ങൾക്കും ബോറടിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന രൂപത്തിൽ എന്താണ്, പിന്നെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പിന്നെ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യം ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ പൊസിഷനിങ് കീപ്പ് ചെയ്ത് ചെയ്യാൻ നോക്കുക. ഓക്കെ, എനിക്ക് കീഗൽ എക്സസൈസിന്റെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ബേർഡ് ഡോഗ് ചെയ്യണം, അല്ലെങ്കിൽ ഹിപ് ത്രസ്റ്റേഴ്സ് സോറി ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്യണം എന്ന് വിചാരിച്ച് 1 2 3 എന്ന് പറഞ്ഞ് ഹിപ്പ് പൊന്തിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഫ്ലൈ ചെയ്യുന്നതിനെ കൊണ്ട് കാര്യമില്ല. 10 ആണെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് യൂസ്ഫുൾ, അല്ലാണ്ട് 15 ചെയ്ത് നമുക്ക് ഇഞ്ചുറി ഉണ്ടാക്കുന്നതിലല്ല കാര്യം. അതൊന്ന് ടേക്ക് കെയർ ചെയ്യാം. ഒരിക്കലും കൗണ്ടിലല്ല, ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിലാണ് കാര്യം. ഓക്കെ, അത് ഏത് വർക്ക്ഔട്ട് ആണെന്നുണ്ടെങ്കിലും അതും എല്ലാവരും മൈൻഡിൽ വെക്കുക. Then obviously your diet, your workout, everything wants to be in a parallel way. ഇത് സ്പെഷ്യലൈസ് ചെയ്ത് ഞങ്ങൾ പറയാൻ കാരണം ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ആൻഡ് വൈഡ് ടോപ്പിക്, റൈറ്റ്? ഡെഫിനറ്റ്ലി ഇൻഷാല്ലാഹ് വിത്തിൻ എ ഷോർട്ട് മന്ത്സിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ഇതിനായിട്ടൊരു പ്രോഗ്രാം കൂടെ ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. 6 weeks, നോട്ട് ഫോർ ദ വെയിറ്റ് ലോസ് ഓർ സംതിങ്, ഓൺലി ഫോർ ദിസ്, ഫോർ സ്ട്രെങ്തനിങ് ട്രെയിനിങ് അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് തന്നെ ഫിട്രീറ്റിൽ ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. സോ അതില് ഈ ഇങ്ങനത്തെ വർക്ക്ഔട്ട്സ് മാത്രമായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ എനിത്തിങ് മോർ ഡിയേഴ്സ്, ഇതിൽ ആരൊക്കെയാണ്? ഐ തിങ്ക് മാളവിക ഇസ് അവർ ഫിട്രീറ്റ് ഫാമിലി മെമ്പർ ആൻഡ് രാഹില, ഡോക്ടർ രാഹില ഓൾസോ. ബാക്കി എല്ലാ ആൾക്കാരും ഫിട്രീറ്റിൽ ഉള്ള ആൾക്കാരായിരുന്നു അല്ല വന്ന്. ഈ ഓർഡർ എന്ന് കാണിക്കുന്ന ആളും താങ്ക്സ് ഫോർ ഫിട്രീറ്റ്. മൈ ബാക്ക് പെയിൻ got reduced. starting with schedule. Very good, very good. That's what we also want. Like ഞങ്ങൾ ഒരിക്കലും definitely we have lower back pain ആണെങ്കിൽ അതിനും core exercise ചെയ്യുകയാണെങ്കിൽ exactly weeks ഒക്കെ continuous ആയിട്ട് core exercise ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ബാക്ക് പെയിൻ മാറി. ബട്ട് അതിപ്പോ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ വീണ്ടും ആ ബാക്ക് പെയിൻ ഉണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് 5-6 days ചെയ്തു, അപ്പൊ എനിക്ക് നല്ല നന്നായിട്ട് കുറഞ്ഞതായിട്ട് തോന്നി. ബട്ട് ഒരു ദിവസം ചെയ്യാതിരുന്ന വീണ്ടും അത് വല്ലാതെ തോന്നുന്നു. അതെന്താ അങ്ങനെ? ഇത് ഫുൾ ആയിട്ട് മാറുമോ ബാക്ക് പെയിൻ?
മാറണം. ഇത് ഞങ്ങൾക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ചെയ്ത് 1 day ചെയ്തിട്ട് അങ്ങനെ പെയിൻ വരാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. മാം എത്ര ഡേയ്സസ് ചെയ്തു, മാമിന്റെ വെയിറ്റ് എന്താണ്, ആ അതിന്റെ സിവിയറിറ്റി എന്തായിരുന്നു, അതെ. അല്ലെങ്കിൽ മെഡിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഡോക്ടർ? പിന്നെ ആ എനിക്ക് ഞാൻ ആക്ച്വലി പ്രഗ്നൻസിക്ക് മുൻപേ എനിക്കുള്ള പെയിൻ ആണിത്. അത് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോ ഇങ്ങനെ കുറയും, വീണ്ടും വീണ്ടും വരും, അങ്ങനെയായിരുന്നു. മാമിന്റെ അപ്പൊ വെയിറ്റ് എത്രയാണ്? സോറി, മാഡത്തിന്റെ വെയിറ്റ് എത്രയാണ്? എനിക്കിപ്പോ 75 ഉണ്ട്, 75 kg ഉണ്ട് ഞാൻ. What is your height? 162. ഇപ്പൊ റീസെന്റ് ഡെലിവറി കഴിഞ്ഞ ബാക്ക് പെയിൻ വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അതായത് ഡെലിവറിക്ക് മുമ്പേ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഡെലിവറിക്ക് മുൻപേ ആക്ച്വലി എനിക്ക് തൈസിന്റെ മസിൽസ് വീക്കൻ ആണ് എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. സിയാറ്റിക്ക പെയിൻ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് വൺ ലെഗിന് മാത്രം കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ വൺ സൈഡിൽ മാത്രമേ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യണ ഒരാളായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെയാണ് എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തത്. മാം ഇപ്പൊ ഫെഡറേഷനിലുള്ള ആളാണോ? അതെ, ഞാനിപ്പോ 1 month പ്ലാൻ എടുത്ത് ഇതിലുള്ളതാണ്. ആണ് അല്ലെ? ജസ്റ്റ് മാഡത്തിന്റെ, കാരണം നമുക്ക് ഇത് ഒറ്റ സ്ട്രക്ചറിന് സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റാത്തതിന്റെ റീസൺ മാഡത്തിന്റെ ഹിസ്റ്ററി, യുവർ പ്രസന്റ് കണ്ടീഷൻ, മാം ഏത് ജേർണിയിലുള്ള റെക്കോർഡ് ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് ലൈക്ക് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരാൻ പറ്റും. സോ ജസ്റ്റ് മാമിന്റെ മെന്ററിന്റെ പേരൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആളായിട്ടൊന്ന് കണക്ട് ചെയ്യാമായിരുന്നു. ഓക്കെ, 1 second. മെന്ററിന്റെ പേര് ഞാൻ പറയാം. മാമിന്റെ മെന്ററോട് ഒന്ന് ആളെ കണക്ട് ചെയ്യാൻ പറഞ്ഞു. അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഒരു കേസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് ആളെടുത്ത് പറഞ്ഞാൽ മതി, അവർ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ അനു അല്ലേ പേര്? അനു? അതെ, അന്നു. ഓക്കെ, ഓൾറൈറ്റ്. സോ റെസ്റ്റ് എവരിതിങ് ഈസ് ഫൈൻ, റൈറ്റ്? ആക്ച്വലി എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഫുഡ് കഴിക്കുന്നതൊക്കെ കുറയ്ക്കാനും കുറച്ചുകൂടെയൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ നടുവേദന നന്നായിട്ട് കുറഞ്ഞായിരുന്നു. വെയിറ്റ് അങ്ങനെ കുറഞ്ഞില്ല, എന്നാലും ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ. ഭക്ഷണം കറക്റ്റ് ആക്കുക, കറക്റ്റ് ഉറങ്ങുക, നമുക്ക് മറ്റു കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ്, ഫാറ്റ് ലോസ്, ഇൻഷുറൻസസ് ഒക്കെ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് കാണാൻ പറ്റും. ബി കോൺഫിഡന്റ് ഓൾവേസ് വെൻ യു ആർ ട്രാവലിംഗ്. ഓക്കെ, ഈച്ച് ഡേ ഇസ് ക്ലിയർ. Alright, she has gone. Alright, take care, bye. So postpartum journey, lower body fat കുറയ്ക്കാൻ പറ്റും. ലോവർ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് കാലിന്റെ ഭാഗമാണോ അല്ല വയറിന്റെ പോർഷൻ ആണോ? ഓക്കെ, സ്പോട്ട് റിഡക്ഷൻ ലൈക്ക് നമുക്കൊരു പെർട്ടിക്കുലർ പോർഷൻ എന്നുള്ളതല്ല, കുറക്കുമ്പോൾ നമ്മൾ പ്രൊപ്പോർഷണൽ ആയിട്ട് ബോഡിന്റെ ടോട്ടൽ ബോഡി കുറക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡെലിവറി, മാഡത്തിന്റെ കേസ് ഡെലിവറി കഴിഞ്ഞ ഡേ വർക്ക് ഉണ്ടോ? ഇരിക്കുന്നത് കൊണ്ട് തൈസ് കൂടുന്നല്ല, നമുക്ക് ബട്ടക്സ് ആണ്, അവിടെയാണ് ആ ഒരു പോർഷൻ ആണ് നമുക്ക് ഇതാവുക. അതേപോലെ തന്നെ ബാക്ക് പെയിൻ ഒക്കെ ആ ഒരു കാരണം. ചില ആൾക്കാർക്ക് ജെനറ്റിക്കലി ഉണ്ടാവും, പല ടൈപ്പ് ഓഫ് ബോഡി ഉണ്ട്, ക്ലിയർ ഷേപ്പ്, ആപ്പിൾ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർക്ക് ജെനറ്റിക്കലി ഉണ്ട്. പക്ഷെ അത് നമുക്കത് കൺട്രോൾ ചെയ്ത് കുറക്കാൻ പറ്റും. പക്ഷെ ഇരുന്നത് കൊണ്ട് കാലിന്റെ സൈസ് കൂടണം എന്നൊന്നുമില്ല. പക്ഷെ കുറക്കാന്ന് വെച്ച് കഴിഞ്ഞാല് മാഡത്തിന്റെ പ്രസന്റ് കണ്ടീഷൻ, നീ പെയിൻ, ബാക്ക് പെയിൻ, ഡെലിവറി കഴിഞ്ഞ എത്ര മാസമായിട്ടുള്ള ഒരു ലേഡിയാണ്, അതൊക്കെ കൺസേൺ ചെയ്തിട്ടായിരിക്കും വർക്ക്ഔട്ട്. പിന്നെ വേറൊരു കാര്യം, പോസ്റ്റ്മോർട്ടം വർക്ക്ഔട്ട് ആണെന്ന് വെച്ചിട്ട് നമ്മള് ലെഗിന് വർക്ക്ഔട്ട് തരാണ്ടിരിക്കില്ല. നമ്മൾ ഒരു വർക്ക്ഔട്ട് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് മസിൽ ഗ്രൂപ്പിനെ കവർ ചെയ്തുകൊണ്ടുള്ള വർക്ക്ഔട്ട് ആയിരിക്കും തരിക. അപ്പൊ ഓഫ്കോഴ്സ് അതിൽ നിങ്ങൾക്ക് ലോവർ ബോഡിന്റെ വർക്ക്ഔട്ട് വരും. നിങ്ങൾ ഷെഡ്യൂൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോവർ ബോഡിന്റെ വർക്ക്ഔട്ട് മേലെ പേര് എഴുതിയിട്ടുണ്ടാവും, ഇത് ലോവർ ബോഡിന്റെ വർക്ക്ഔട്ട് ആണ്. അപ്പൊ അതും കറക്റ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ ഒരു ഇനീഷ്യൽ ഡെലിവറി കഴിഞ്ഞ ഫെഡറേറ്റില് ഗ്രോണോ 90 days പ്രോഗ്രാം ആണ്, 40 days ആണെന്ന് അറിയില്ല, മിസ് മാളവിക. ഏത് ജേർണി ആണെന്നുണ്ടെങ്കിലും പെർട്ടിക്കുലർ വീക്സ് കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടി ഇന്റൻസിറ്റി ഞങ്ങൾ കൊടുക്കുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ ഷോർട്ട് 45 days ആണ്. അപ്പൊ പെർട്ടിക്കുലർ വീക്സ് കഴിഞ്ഞിട്ടാണ് കൊടുക്കുക. ഒരു ഇപ്പോഴല്ല, എത്ര മാസമായി ഡെലിവറി കഴിഞ്ഞിട്ട്? ഓക്കെ, ഡെലിവറി കഴിഞ്ഞ എത്ര മന്ത് ആയ ആളാണ്? സോ നോർമലി ഇങ്ങനത്തെ കേസ് ഇപ്പൊ ചില ലേഡീസ് ഞങ്ങളോട് പറയാറുണ്ട്, എനിക്ക് അപ്പർ ബോഡി ചെസ്റ്റ് പോർഷൻ കൂടുതലാണ്, എന്റെ കൈന്റെ വണ്ണം കൂടുതലാണ്, എന്റെ ഷോൾഡർ ട്രാപ്സ് റീജിയൻ, ഡെലിവറി ഓക്കെ. അപ്പൊ ഈ ഒരു ടൈം പീരീഡ് ലോ ഇന്റൻസിറ്റി ആയിട്ട് പോവാ. ഇപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കോർ എക്സസൈസ്, കീഗൽ എക്സസൈസ്,
തീർച്ചയായിട്ടും അത് ചെയ്യണം. വയറ് ടൈറ്റൻ ചെയ്ത് പിടിച്ചിട്ടുള്ള വർക്ക്ഔട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, പിന്നെ ഈ ലോവർ ബോഡിന്റെ സൊല്യൂഷൻ കൂടെ പറഞ്ഞത് ഇപ്പം ഐ ഡോണ്ട് തിങ്ക് സോ ദേ വിൽ ബി ഗിവിംഗ് ദിസ് വർക്ക്ഔട്ട്സ് ടു യു ഗൈസ്. കാരണം ഡെലിവറി കഴിഞ്ഞ് 3 to 4 months ആയിട്ടുള്ളൂ. ഒരുപാട് സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നീ പെയിൻ വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. സോ നോർമലി ഇങ്ങനത്തെ കേസസ് വരുന്ന സമയത്ത് ഫിട്രീറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ മസിൽ ഗ്രൂപ്പും ഒരാഴ്ചയിൽ കവർ ചെയ്യും. പ്ലസ് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അത് ഒരാഴ്ചയിൽ തന്നെ ട്വൈസ് ആയിട്ട് ഞങ്ങൾ ഇൻക്രീസ്. ഇപ്പം കാലിന്റെ ഭാഗം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കേസസ് ആണെന്നുണ്ടെങ്കിൽ അത് ആഴ്ചയിൽ 2 തവണ ഫോക്കസ് ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു മാളവികന്റെ കേസിൽ അത് ഇപ്പൊ കൊടുക്കാൻ ചാൻസ് ഇല്ല. മാഡം ഇപ്പൊ 3 to 4 months മാത്രമേ ആയിട്ടുള്ളൂ. ആൻഡ് വൺ മോർ തിങ്, ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ എസ്പെഷ്യലി വിനോദ ഒരുപാട് ആൾക്കാരെ ട്രെയിൻ ചെയ്ത എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു കൺസേണും കുറഞ്ഞ വെയിറ്റ് ഒരു നോർമൽ ന്യൂട്രൽ ബോഡിയിൽ നിന്ന് വെയിറ്റ് കൂടുമുണ്ടാകുന്ന മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളോ. പക്ഷെ എങ്കിലും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ചുമരുണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടേക്ക് കെയർ വെരി വെൽ ഓൺ ദാറ്റ് ടൈം. ആ സമയത്ത് നമ്മൾ എന്താണ് നിങ്ങളുടെ മെന്റേഴ്സ് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുക. കാരണം നമ്മൾ ഒന്നും ടൈറ്റ് ആക്കാറില്ല. ജനറൽ ഡയറ്റ് കാരണങ്ങൾ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായത് പാരന്റിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ വീടിൽ നിന്ന് മദർ ആകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഡോണ്ട് വറി അറ്റ് ഓൾ. ഇതും വെറുതെ പറയല്ല. ഫിട്രീറ്റില് വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് 3 months കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ 6 months കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും. അത് സ്ലോ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് യുവർ റിസൾട്ട്. കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി ഇസ് ദ കീ, റൈറ്റ്? കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് അതിനനുസരിച്ചിട്ട് ഒരു ബിലീഫ് സിസ്റ്റം കീപ്പ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് യുവർ റിസൾട്ട്. ഓക്കെ, ഡോണ്ട് വറി അറ്റ് ഓൾ. അതിനുള്ള സൊല്യൂഷൻസ് ഡെഫിനറ്റ്ലി ഞങ്ങൾ തന്നെ അത് സൊല്യൂഷൻസ് പറഞ്ഞുതരും. ഇഫ് എനി നീഡ്സ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡയറ്റ് റിലേറ്റഡ് ആണെങ്കിലും വർക്ക്ഔട്ട് റിലേറ്റഡ് ആണെങ്കിലും you guys want to share with your mentor so that only they can share the things to you, right? So എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മെന്റേഴ്സിനോട്, ഫിട്രീറ്റിലുള്ള ആൾക്കാര് മിസ് മാളവിക ആൻഡ് അനദർ പേഴ്സൺ ഫിട്രീറ്റിലുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മെന്റേഴ്സിനോട് പറയാം. ഫിട്രീറ്റിൽ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫിട്രീറ്റ് തന്നെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളും കൂടി ഉണ്ട് നമ്മൾ തീരെ ട്രാക്ക് ചെയ്യാത്ത ടാനിയ സാജു. മാഡം ഫിട്രീറ്റിലെ ഫാമിലി മെമ്പർ ആണോ? ഹലോ, അല്ല. പക്ഷെ ഐ എം പ്ലാനിങ് ടു ജോയിൻ. ഞാൻ ഈ പറഞ്ഞ പോലെ റൊട്ടേഷണൽ ഷിഫ്റ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ കൺസിസ്റ്റൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. Okay. So So better if you want to join, you can check Instagram ഞങ്ങളുടെ ഒരു ബയോയില് ഒരു നമ്പർ ഉണ്ട്. You can just click over there, just send hi message. They'll guide you what are programs, what are the things and the rest of the things. So ഇപ്പൊ മാം എനിക്ക് തോന്നുന്ന ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ലേഡി ആയിരിക്കണം, am I right? അതെ. എനിക്ക് പല ഷിഫ്റ്റ്സ് ഉണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഫുഡ് ഹാബിറ്റ്സും വർക്ക്ഔട്ട്സും ഒക്കെ ഇങ്ങനെ താളം തെറ്റി പോകുന്നുണ്ട്. ഐ ഡു സ്റ്റാർട്ട്, ബട്ട് ദെൻ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നില്ല. We can understand. Actually, what we do, Fitrite 42 plus countries ഞങ്ങൾ സർവീസസ് കൊടുക്കുന്നുണ്ട്. സോ ഈ 42 കൺട്രീസ് മോർ ദാൻ ഷിഫ്റ്റ് ഡ്യൂട്ടി വരുന്ന ആൾക്കാരും നമ്മുടെ നഴ്സ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന പ്രശ്നമാണ് ഇപ്പൊ മാം പറഞ്ഞത്. സോ വാട്ട്സ് ആ തിങ് ഇസ് ദാറ്റ് ഞങ്ങളുടെ റെക്കോർഡ് സെഷൻസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യാറ് 95%. ആൻഡ് വാട്ട് വിൽ ഡു ഇനീഷ്യൽ കൺസൾട്ട് ഡെഫിനറ്റ്ലി ബെറ്റർ എനിക്കൊന്ന് ബാക്കി എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് ആണ്. അപ്പൊ അവർക്ക് ഈ കാര്യങ്ങൾ അറിയണ്ടാവും. മാം ജസ്റ്റ് ഫിട്രീറ്റിന്റെ ബയോയിലുള്ള ആ ഒരു ഹൈ മെസ്സേജ് ക്ലിക്കിംഗ്, സോ അവരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മാമിന് പറഞ്ഞുതരും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. വി ഡോണ്ട് പ്രൊമോട്ട് എനി സപ്ലിമെന്റ്സ്, വി ഡോണ്ട് പ്രൊമോട്ട് എനി ഡയറ്റ്. നോർമൽ ഭക്ഷണം കഴിക്കുക ആൻഡ് there will be one person to guide you, to support you, to motivate you. So that's the main part of it, inshallah. ഒരാളും കൂടി ഉണ്ട്. Yes. Thank you. Yeah, hi. ഹസ്ന ഫിട്രീറ്റിന്റെ ഫാമിലി മെമ്പർ ആണോ? മിക്സ് ചെയ്ത് ജോയിൻ ചെയ്തുകൊണ്ട് ഫിട്രീറ്റിന്റെ ഔട്ട്ലൈനും ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ഫിട്രീറ്റ് ഓൾറെഡി റൺ ചെയ്യുന്ന. Anyway, we are going to wind up my days, inshallah. Thank you so much for your valuable time. Hopefully ഞങ്ങളൊരു 30 minutes ആയിരുന്നു ടൈം വെച്ചത്. ശരിക്കും ബാക്കി 20 minutes ഒരു ഇന്ററാക്റ്റീവ് സെഷൻസ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു എഡ്യൂക്കേറ്റിംഗ് സെഷനും കൂടി ആയിരുന്നു. എല്ലാവരും ഇതിനെ കുറിച്ച് അവയർ ആക്കുക. ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ വയറ് കുറയ്ക്കുക, അങ്ങനെയുള്ള കൺസേൺ ഒരുപാട് പേര് ജോയിൻ ചെയ്യാറുണ്ട്. നമുക്ക് അതല്ല ഇനിഷ്യലി വേണ്ടത്. ഹോൾ ബോഡിനെ സ്ട്രെങ്തൻ ചെയ്യാതെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയായിട്ട് തോന്നി, ഒരു പാഷൻ ആയിട്ട് മാറാണ്. കാരണം ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. കൂടുതൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഫേസ് ചെയ്ത പ്രശ്നം നോർമലി ഡയബറ്റിക് പിസിഒഡി വരിക, ഷുഗർ, കൊളസ്ട്രോളും അതൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള, പക്ഷെ അതിനേക്കാളും നോർമലി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒരുപാട് ഫിട്രീറ്റിൽ തന്നെ വരാറുണ്ട്.
അപ്പൊ പബ്ലിക്കിന് കൂടുതൽ കാര്യങ്ങൾ ഇതിന് ഇമ്പോർട്ടൻസ്, ഫിറ്റ്നസിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക. എല്ലാ ആൾക്കാരും തിരക്കുള്ള ആൾക്കാരാണ്, ഞങ്ങളും നിങ്ങളും ഒക്കെ തിരക്കുള്ള, പക്ഷെ എല്ലാവരും സ്വന്തമായിട്ട് ഹെൽത്ത് കീപ്പ് ചെയ്യാനുള്ള ഒരു ടൈം മാറ്റി വെക്കാറില്ല. ഒന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ, അവസാനം നമ്മൾ സഫർ ചെയ്യാൻ പാടില്ല. റൈറ്റ്, ഡു ഓൾവേസ് ബെസ്റ്റ് ഗോഡ് എന്നാണ്. ആർക്ക് എന്ത് വരും എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിലും നമ്മൾ എപ്പോഴും നമ്മുടെ സൈഡ് കീപ്പ് ചെയ്യാം. ജസ്റ്റ് 45 minutes മാറ്റി വെക്കുക എന്നുള്ളതാണ് ഫിട്രീറ്റിന്റെ, അത് ഫിട്രീറ്റിന്റെ ഹാൻഡ്സ് ത്രൂ, ദാറ്റ്സ് ആ എയിം. നമ്മുടെ ഹാൻഡ്സ് ത്രൂ ആയിരിക്കണം എല്ലാവരും വേൾഡിൽ നല്ലൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത്. എനിവേ വി ആർ ഓൾസോ ഹാപ്പി. ഐ തിങ്ക് മോർ ദാൻ 15 to 20 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. around we are happy, right? Almost 7 to 8 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർക്കെങ്കിലും ഞങ്ങൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. And again we are repeating the same ideas. This session definitely will be posting to our YouTube channel. So അപ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് അത് കാണാൻ പറ്റും. Late comers Hasna and Tanya ma'am also you can go through with our YouTube. So ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. സോ എനിവേ എല്ലാവരും ഹെൽത്തി ആയിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക. ഫിട്രീറ്റ് ഫാമിലിയിലുള്ള ആൾക്കാരോട് പറയാനുള്ളത് കറക്റ്റ് ആയിട്ട് ഡയറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ മെന്റേഴ്സിനോട് ഷെയർ ചെയ്യാം. വി ആർ വൺ ഫാമിലി. സോ ദാറ്റ്സ് ഇറ്റ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ചാനിയ മാം ആൻഡ് ഐ ഡോണ്ട് നോ ഹസ്ന ഫിട്രീറ്റിന്റെ ഫാമിലി മെമ്പർ ആണോ എന്ന് അറിയില്ല. ഇഫ് ഷീ ഇസ് നോട്ട്, you can check with our bio number. So they will guide you what all things we have. So anyway, we are going to wind up. So thank you so much. Love you all. Good morning, good afternoon, good evening, good night. Everyone healthy ആയിട്ടിരിക്കുക, energetic ആയിരിക്കുക. Love you all. Take care. Bye bye.